ഷംന, ഇക്കെന്താ ഇവിടെ? ഞാനിവിടെ ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പൊ അടത്തിന്റെ അവിടെ ആ അറ്റത്തായിട്ട്. ആണോ? അപ്പൊ അതിന്റെ അളവാണെന്ന് സർവേ. ആ, അപ്പൊ അതിനു വേണ്ടി വന്നതാ. ഷംന ഇവിടെ ഇവിടെ അടുത്താണ് കല്യാണം കഴിച്ചുള്ളത്? ഞങ്ങളെ വീട് ഇവിടെയാ, ആ ഭാഗത്തായിട്ട് വരും. ഇവിടേക്കാണോ കല്യാണം കഴിച്ചത്? ആ, അതെ അതെ. അത് ശരി. എന്നാ അങ്ങോട്ട് തണലത്തേക്ക് വെയിൽ കൊള്ളണ്ട. ആ, എന്നാ വന്നേ? ഞാൻ വന്നിട്ട് ഒരു മാസമായി. അതിലിടയ്ക്ക് ഞാൻ ഇവിടെ വന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഇവിടെ വന്നിട്ട് സ്ഥലം നോക്കാനൊക്കെ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ ഒരു രസം, കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഇവിടേക്ക് എടുത്തിടുക, കച്ചവടം ചെയ്യുക, നാട്ടിൽ വരുമ്പോ അങ്ങനെയൊക്കെ ഒരു ക്രൈസ്. ഞാൻ മോനിക്ക് ചെറുതായിട്ടൊരു തലവേദന. അതെ, അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ട്, അവിടെ കൊണ്ടേ കാണിക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാ. ശരി. വെയിൽ കൊണ്ടിട്ട് നടന്നിട്ടാണോ പോണേ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം എന്ത്, പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എന്റെ വിശേഷങ്ങളൊക്കെ ഒരു കാലത്ത് കഴിഞ്ഞു പോയതല്ലേ. ഇനിയിപ്പോ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എന്താണ് ഭർത്താവിന് സുഖല്ലേ? ആ, സുഖാണ്. ആൾക്കെന്താ ജോലി? അറിവാണ്. അറിവാണല്ലേ? ഇവിടെ തന്നെ ഇവിടെ നാട്ടിൽ തന്നെയാ. എങ്ങനെ ജീവിതമൊക്കെ സുഖമായി പോണ? അത് കേട്ടാ മതി. ഇക്ക വൈഫും കുട്ടികളൊക്കെ ഇപ്പൊ എവിടെയാ? എവിടെ, നാട്ടിലുണ്ടോ അതോ? ഞാൻ കല്യാണം കഴിച്ചില്ല. ജീവിതത്തില് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ കൂടെ ഉണ്ടാവുമ്പോഴാണ് സന്തോഷം. അത് നമുക്ക് പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സന്തോഷം തരുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, പിന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഒറ്റയ്ക്ക് ജീവിച്ചു പോകുന്നല്ലേ നല്ലതെന്ന് തോന്നി. ഞാൻ എത്രയോ തവണ അവിടെ ഉപ്പാന്റെ അടുത്തും നിന്റെ ആങ്ങളമാരുടെ അടുത്തൊക്കെ വന്നിട്ട് കാല് പിടിച്ച് ചോദിച്ചതല്ലേ നിന്നെ എനിക്ക് തരാൻ. അപ്പൊ അവരൊന്നും സമ്മതിച്ചില്ല. നീയാണെങ്കി അപ്പോ തനിച്ചിറങ്ങി വരാനുള്ള പേടി, ദുരഭിമാനം. അപ്പൊ അങ്ങനെയാണെങ്കി ഇന്ന് എന്തൊരു രസാവും ജീവിതം. എന്റെ പ്രായം അതല്ലേ, എനിക്കങ്ങനെ എല്ലാവരും പേടിയായിരുന്നു. ഇപ്പോ എന്റെ ജീവിതം തന്നെയാണ് അവർക്കുള്ള മധുര പ്രതികാരം. അതെന്താ, ഹാപ്പി അല്ലേ? മോനുണ്ട്, ഭർത്താവുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ കാണണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ തവണ വരുമ്പോഴും വിചാരിക്കും കാണണം. പിന്നെ തോന്നും ചിലപ്പോ നീ ഏത് മൂഡിലാന്നുള്ളത് അറിയില്ലല്ലോ. നമ്മളവിടെ വന്നിട്ട് ബുദ്ധിമുട്ടാവണ്ട, കാണണ്ട കരുതിയിട്ട് റിസ്ക് എടുക്കലില്ല. അതാണ്. ഞാനങ്ങനെ അങ്ങോട്ട് വരാറില്ല, ഇവിടെ തന്നെയാ. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് വീട്ടിലേക്കൊക്കെ വന്നിട്ട് ഇപ്പോ 2-3 വർഷമായി. അങ്ങോട്ട് വന്നിട്ടോ? നിന്റെ വീട്ടിലേക്കോ? അതെന്താ? ഇക്കാക്ക് അങ്ങനെ അങ്ങോട്ട് വരുന്നതും അവിടെ നിൽക്കണമെന്നും ഇഷ്ടമല്ല. പിന്നെ ഞാനും കരുതി, എനിക്കിഷ്ടമല്ലാത്ത, ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത മുഖങ്ങളാണ് അവിടെ ഉള്ളതൊക്കെ. പിന്നെ എന്തിനാ? ഞാൻ വീണ്ടും കുറ്റപ്പെടുത്തണില്ല. എന്തായാലും ഒരുമിക്കാൻ യോഗ ഉണ്ടായില്ല. നിന്നെ കാണുമ്പോ ഇപ്പോ ശരിക്ക് ഒരു വീട്ടമ്മയുടെ പോലെ, ഒരു സാധാരണ പഴയ ആ പ്രസരിപ്പൊക്കെ പോയി, ആ മുഖത്തിന്റെ പ്രസാദമൊക്കെ പോയി. ഇപ്പൊ ശരിക്കും ഒരു അടുക്കള മാനേജ് ചെയ്യണ ഒരു വീട്ടമ്മ പോലെ ആയിട്ടുണ്ട്. ഇതെന്തു പറ്റി ഇങ്ങനെ? നമ്മുടെ സാഹചര്യങ്ങളല്ലേ നമ്മൾ എങ്ങനെയൊക്കെ ആക്കുന്നത്. അപ്പൊ നീ നേരത്തെ ഹാപ്പി ആണെന്ന് പറഞ്ഞല്ലോ എന്നോട്. ഹാപ്പിയാണ്, പടച്ചോൻ തന്നതല്ലേ ഈ ജീവിതം. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചത് എന്തായാലും എനിക്ക് നേടാൻ പറ്റിയില്ല. നേടാൻ പറ്റിയില്ല എന്നല്ല, നേടാൻ വേണ്ടിട്ട് ശ്രമിച്ചില്ല എന്ന് പറയണാവും നല്ലത്. നേടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് എന്നെ കുറ്റപ്പെടുത്തുന്ന പോലെയല്ലേ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, വിധി അതെങ്ങനെയായിരിക്കും. അതെ, നമ്മളെല്ലാം വരുത്തി വെച്ചിട്ട് നമുക്ക് അവസാനം പറയാനുള്ള ഒരു പാഴ്വാക്കാണത്, വിധി. എല്ലാം വിധിയുടെ തലയിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ അല്ലേ. വിധി നമ്മുടെ തലയിൽ വന്നു എന്ന് പറയും, പക്ഷെ നമ്മൾ വിധിയെ പഴിക്കും. കുഴപ്പമില്ല, ഹാപ്പിയാണ്. പിന്നെ അല്ലറ ചില്ലറ കലഹങ്ങളൊക്കെ ഏത് വീട്ടിലല്ലാത്ത. അതൊക്കെ ഉണ്ടാവും. എന്തായാലും ഹാപ്പി ആണല്ലോ, അത് കേട്ടാ മതി. സന്തോഷായിട്ടിരിക്കട്ടെ. ഞാൻ ഇനി എപ്പോഴെങ്കിലും ഒക്കെ വരുമ്പോ കാണാം. മോന്റെ പേരെന്താ? നീ ആ പേര് മറന്നില്ല അല്ലേ?
അങ്ങനെ മറക്കാൻ പറ്റില്ല. ശരി. അതാരാ? നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരാളാണ്. ഈ മാമന്റെ പേര് പറഞ്ഞിട്ടാണ് ഇപ്പച്ചെന്ന് ഉമ്മാനടിക്കാറ്? നീ വാ. ഉമ്മ, അതാണ് എന്റെ ഉപ്പച്ചി. നീ വന്നേ. പറ ഉമ്മ, വാ, നമുക്ക് പോയാ. പറ.